നമ്മളൊരു മെഡിറ്റേഷൻ സ്റ്റേറ്റിലോട്ട് പോയോ, നമ്മൾ ഡീപ്പ് മെഡിറ്റേഷൻ എടുത്ത് നമ്മളിങ്ങനെ നമുക്ക് മനസ്സിലാവും ഇവിടെ ആരെല്ലാം സംസാരിക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, ആരാണ് കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ ശരീരത്ത് പാട് വീഴുന്നൊരു കണ്ടീഷൻ വരും ചില സമയത്ത്, രാത്രി സമയങ്ങളിൽ പുറത്ത്. ഇത് ആക്ച്വലി എന്താ, ഇതൊരു അറ്റാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള ഊർജ്ജങ്ങളെ തിരിച്ചറിയാനുള്ള സെൻസും ഉണ്ട്. അതൊരു സെൻസാണ്, മനസ്സിലായോ? കണ്ണിനും ഉണ്ട്, ശരീരത്തിനും ഉണ്ട്, കാതുകൾക്കും ആ സെൻസ് ഉണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഊർജ്ജങ്ങളുടെ ശബ്ദങ്ങൾ തിരിച്ചറിയാന്ന് പറഞ്ഞൊരു കഴിവാണ്. അതിന് നിങ്ങൾ വളരെ പ്രശ്നമായിട്ട് എടുക്കൊന്നും വേണ്ട. നിങ്ങൾ കൃത്യമായ കൺസൾട്ടേഷൻ എടുത്തില്ലെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായ നിങ്ങൾക്ക് ഇതിനെന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കിട്ട് പണി കിട്ടും. റോയിൻ ചേട്ടാ, ഇപ്പോൾ പല കേസുകളിലും കണ്ടുവരുന്നൊരു കാര്യമാണ്, ഇപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു സോളിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഡെയിലി വരുന്ന കൺസൾട്ടേഷൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വഹിക്കുന്ന ചോദ്യമാണ് ഈ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും അവർ ഏത് മാനസികാവസ്ഥയിലൂടെ കടന്നുപോയെന്ന്. സോൾ അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കായികപരമായിട്ടുള്ള അറ്റാക്കാണെന്നല്ല മനസ്സിലാക്കേണ്ടത്. പിന്നെ സോൾ അങ്ങ് എഴുന്നേറ്റ് വന്ന് നമ്മളങ്ങ് അറ്റാക്ക് ചെയ്ത് അടിച്ച് വീഴ്ത്തി കഴുത്തിന് ഞരമ്പ് കടിച്ച് വലിച്ച് പൊട്ടിച്ചു, അതല്ല. ഊർജം ലെവലിൽ നിങ്ങളിതിനെ മനസ്സിലാക്കണം എന്താണെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കീഴ്പ്പെടുത്താനാണ് ഒരു സോളിൻ്റെ അറ്റാക്ക് നമ്മൾ സംഭവിക്കുന്നത്. നമ്മളെ എങ്ങനെ കീഴ്പ്പെടുത്താം? ശാരീരികമായിട്ട് ഇന്ന് വരെ ഒരു സോളും ഒരു മനുഷ്യരെയും കീഴ്പ്പെടുത്താൻ പറ്റില്ല. അവർക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്നത് ഒന്നുകിൽ ശബ്ദത്തിലൂടെയോ കാഴ്ചയിലൂടെയോ സ്പർശനത്തിലൂടെയോ മാത്രമേ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാഴ്ചകൾ എന്ന് പറയുന്നത്, ശബ്ദം എന്ന് പറയുന്നത്. ഏതൊരു സോൾ ഇഷ്യൂ ഉള്ള വ്യക്തികൾക്കും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇഷ്യൂ ഉള്ള വ്യക്തികൾക്കും അവർക്ക് ആദ്യം കാണുന്നത് കാഴ്ചകളും ശബ്ദങ്ങളായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് സ്പർശനത്തിലോട്ട് ഇവർ കിടക്കുള്ളൂ. അപ്പോൾ എന്താ പറ്റുക, ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കുന്നു, സൈഡിൽ കൂടെ എന്തൊരു ശബ്ദം, ആരോ നടന്നു പോകുന്നു, അല്ലെങ്കിൽ ആരോ ചിരിക്കുന്നു, അല്ലെങ്കിൽ ആരോ പുറകിൽ നിന്നിങ്ങനെ ശ്വാസം വിടുന്നൊരു ശബ്ദം കേൾക്കുന്നു. ഈ നിമിഷം പോലെ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും? നമ്മളിൽ ഭയം ഉണ്ടാവാൻ തുടങ്ങും. ഈ ലോകത്ത് ഒരാളെ അനുസരിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരാളെ മരണത്തിലോട്ട് തള്ളിവിടാൻ, അല്ലെങ്കിൽ ഒരാളെ നശിപ്പിക്കാൻ ആ വ്യക്തിക്ക് ഭയം നൽകിയാൽ മതി. വേറെ ഒരു വികാരം നൽകേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യൻ്റെ ജീവനെ എടുത്ത് കളയാൻ ഭയം ഇഞ്ചക്റ്റ് ചെയ്താൽ പിന്നെ അവൻ്റെ ഏറ്റവും നെഗറ്റീവായ ചിന്തകളായിരിക്കും അവനെ സ്വാധീനിക്കുന്നത്. പലപ്പോഴും സൂയിസൈഡിൽ എന്തുകൊണ്ടാണ്, പലപ്പോഴും ജീവിതം ഇല്ലാണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഭയപ്പെടുക. ജീവിതത്തെ പ്രശ്നങ്ങളെല്ലാം ഭയപ്പെടുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഭയം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഈ ഭയപ്പെടുന്ന സമയത്ത് എന്ത് പറ്റും? നമ്മുടെ കൺട്രോൾ നമ്മളിൽ നിന്ന് പോകും. ഒരു പക്ഷേ ഗായത്രിക്കും അങ്ങനത്തെ ഒരു അനുഭവം കഴിഞ്ഞ പ്രാവശ്യം ഒരു ചാനലിൽ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു, നമ്മുടെ ചാനലിൽ തന്നെ. ആ സമയത്തും ഗായത്രിക്ക് സംഭവിച്ചിരിക്കുന്നത് ഭയമായിരിക്കും. എന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ചുറ്റും എവിടെയാണോ പാനിക് ആവണോ ഭയമാണോ, നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റും. ഇത് ഈ അവസ്ഥയിലോട്ട് നമ്മൾ പോകും. അടുത്തെന്താ വിഷ്വൽ വരാം, നമുക്ക് ഒരു രൂപം നടന്നു പോകുന്നു, അത് റിയലാണ് ആ രൂപം നടന്നു പോകുന്നത്. പക്ഷേ എന്താണ് അവിടെ ചെയ്യുന്നത്? ഒരു ശബ്ദം ഉണ്ടാക്കുകയും നമ്മുടെ മുന്നിൽ കൂടെ ഒരു കറുത്ത രൂപമോ അല്ലെങ്കിൽ വളരെ വൾഗറായ രൂപമോ അല്ലെങ്കിൽ ഒരു പ്രായമായൊരു സ്ത്രീയോ ഇങ്ങനെയുള്ള രൂപങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത് എന്തിനാണെന്ന് നമ്മൾ ശരിക്കും ചിന്തിച്ച് നോക്കി. നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഭയപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അടുത്ത നിമിഷം നമ്മുടെ കൺട്രോള് ആ അടുത്ത് നിൽക്കുന്ന ഊർജ്ജം ഏറ്റെടുക്കും, ആ എനർജി ഏറ്റെടുക്കും. ആ നെഗറ്റീവ് എനർജി ആയിരിക്കും പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ ബ്രെയിനിലോട്ട് ആക്സസ് കിട്ടുക. പിന്നെ അവിടെ നിന്നായിരിക്കും കൺട്രോളിങ് മൊത്തം വരുന്നത്. അങ്ങനെ കൺട്രോൾ പറ്റുമ്പോൾ എന്ത് പറ്റും? വീണ്ടും കാണാൻ തുടങ്ങും, വീണ്ടും കേൾക്കാൻ തുടങ്ങും. ശബ്ദവും കാഴ്ചയും മാറുന്നത് പിന്നെ നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യാൻ തുടങ്ങും. ഹാലൂസിനേഷനിലും നമ്മുടെ സൈക്കോളജിയിൽ ഇതിനൊരു ഹാലൂസിനേഷനായിട്ട് പറയാറുണ്ട്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ പറയുന്നത് ഹാലൂസിനേഷനെ പറ്റിയിട്ടല്ല പറയുന്നത്, റിയൽ ഇൻസിഡൻറ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. എക്സോസിസം പോലെയുള്ള പൊസഷൻ പോലെയുള്ള പല കേസുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഹാലൂസിനേഷൻ അതാണ്. ഹാലൂസിനേഷൻ മാറ്റി നിർത്തി നമ്മൾ റിയാലിറ്റിയിലോട്ട് കടന്നാൽ ഒരു 100 കേസുകളിൽ ഒരു 10 ഉണ്ടാവുള്ളൂ റിയൽ, ബാക്കി 90 ഇവരുടെ തെറ്റുകാരനെയാണ്. അതിനെ കണ്ടെത്തുക എന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ആ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അടങ്ങിയിരിക്കുക. നിങ്ങൾ അതീന്ദ്രിയമായ ഒരു കാര്യം കാണാൻ പോവുക, ഒരു സോള് നിങ്ങൾ കാണാൻ പോവുക, ഒരു അതീന്ദ്രിയമായ ശബ്ദം കേൾക്കാൻ പോവുക. നിങ്ങൾ വളരെ ക്യൂരിയസാണ്, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു, നിങ്ങളത് കാണാൻ പോകുന്നു, നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നു. ഈ മനോഭാവത്തിലിരുന്നാൽ മതി, നിങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ എന്താ സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. എന്ത് സംഭവിക്കും? കുറേ നേരം ഇങ്ങനെ കാണിച്ചിട്ടങ്ങ് പോയിക്കളയും. നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യാനോ നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല അവർക്ക്. ആ സത്യം നമുക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. മനസ്സിലാവുന്നില്ല. ഏതൊരു കേസുകളിൽ എടുത്തു നോക്കിക്കോ ഇങ്ങനെ സംഭവിക്കുള്ളൂ. പക്ഷെ പൊതുവായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വിഷ്വല് കാണുകയാണെങ്കിൽ
മനുഷ്യനല്ലേ, അപ്പൊ ആദ്യം ഭയമാണ് അതാ ഞാൻ പറയുന്നത്. ആ ഭയം വന്നു കഴിഞ്ഞാൽ അവന് മാനസികാവസ്ഥയ്ക്ക് ഡിസോർഡർ സംഭവിക്കില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. പെട്ടെന്ന് വരുന്ന ഭയം സ്ട്രോക്ക് സംഭവിക്കില്ലേ, അറ്റാക്ക് വരില്ലേ, ബോഡി തളർന്നു പോവില്ലേ? ഒരു കുഞ്ഞാണെങ്കിൽ പിന്നീട് ജീവിതകാലം മുഴുവൻ ഇത് പേടിച്ച് ജീവിക്കില്ലേ? ഇരുട്ട് പേടിയായിരിക്കും, ആളുകളെ പേടിയായിരിക്കും. എന്ന് വേണ്ട, ആ വ്യക്തിയുടെ ജീവിതത്തിൽ സൈക്കിക് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് അവിടെ വന്ന് കയറും. നമ്മളിപ്പോഴേ മനസ്സിലാക്കണം, ഒരു നെഗറ്റീവായ ഒരു സോളുകൾക്കും നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇവർ ബോഡിയിൽ ടച്ച് ചെയ്യാൻ അവർക്ക് പറ്റാത്തത്. കാരണം അവർക്ക് ശരീരമില്ല, അവർക്ക് എനർജി മാത്രമേ ഉള്ളൂ. ഈ എനർജി ഉപയോഗിച്ച് അവർക്ക് എന്തും ചെയ്യാം, പക്ഷേ അവർക്ക് ശാരീരികമായിട്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ വന്ന് നിന്നാൽ പോലും നമ്മളെ ടച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളെ പേടിപ്പിക്കാം, ഭയപ്പെടുത്താം. ഒരു പക്ഷേ നമ്മളെ ആ ഭയപ്പാടിലൂടെ വേണമെങ്കിൽ നമ്മൾക്ക് വേണ്ടി സൂയിസൈഡിലോട്ട് പോയിട്ട് നമ്മൾ പോവാം. പക്ഷെ നമ്മളെ ടച്ച് ചെയ്യാൻ പറ്റില്ല. അത് ആദ്യം നമ്മൾ വിശ്വസിക്കുക. എന്തെങ്കിലും കണ്ട കൈ കെട്ടി നോക്കി അങ്ങനെ നിൽക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല മനുഷ്യർക്കും സൈക്കിക് എബിലിറ്റീസ് ഉണ്ട്. ആ മനുഷ്യർ പലപ്പോഴും ഇങ്ങനത്തെ രൂപങ്ങൾ കാണുകയും ശബ്ദം കേൾക്കുകയും മറ്റു പല കാര്യങ്ങളും ചെയ്യും. അതൊരു കഴിവാണ്, അതല്ലാതെ അതൊരു കഴിവ് കേടല്ല, അതൊരു പ്രശ്നമല്ല. എൻ്റെ അടുത്ത് വരുന്ന പല മനുഷ്യരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമായതുകൊണ്ടും അല്ല, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഊർജ്ജങ്ങളെ തിരിച്ചറിയാനുള്ള സെൻസുണ്ട്. അതൊരു സെൻസാണ്. മനസ്സിലായോ? കണ്ണിനും ഉണ്ട്, ശരീരത്തിനും ഉണ്ട്, കാതുകൾക്കും ആ സെൻസ് ഉണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഊർജ്ജങ്ങളുടെ ശബ്ദങ്ങളെ തിരിച്ചറിയാന്ന് പറയുന്നത് ഒരു കഴിവാണ്. അതിനെ നിങ്ങൾ വളരെ പ്രശ്നമായിട്ട് എടുക്കുന്നു വേണ്ട. എപ്പോഴാണത് പ്രശ്നമായിട്ട് മാറുന്നത്? ഇപ്പോൾ ഒരു കഴിവില്ലാത്തൊരു വ്യക്തിയാണ് ഇതൊന്നും കാണുന്നില്ല. അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത്? നമുക്കെന്ത് ഇഷ്യൂ ഉണ്ട്, അവന് കാണാൻ പറ്റത്തില്ല. അവനാ കഴിവില്ല, അവന് പേടിയില്ലാത്തതുകൊണ്ടല്ല. മനസ്സിലായി? അവനത് അറിയില്ല, അവൻ്റെ സെൻസുകൾ വർക്കിംഗ് അല്ല, അവൻ വേറെ എന്തോ ചിന്തിച്ച് നടക്കുന്നത്. ഈ ഭൂമിയിൽ ഇതെല്ലാം ഉണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ പറയുന്ന എത്രയോ ശബ്ദങ്ങളുണ്ടെന്ന് വിചാരിക്കുന്നത്. ശരിക്കും നമ്മളൊരു മെഡിറ്റേഷൻ സ്റ്റേറ്റിലോട്ട് പോയോ, നമ്മൾ ഡീപ്പ് മെഡിറ്റേഷൻ എടുത്ത് നമ്മളിങ്ങനെ നമുക്ക് മനസ്സിലാവും ഇവിടെ ആരെല്ലാം സംസാരിക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, ആരാണ് കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത പല കാര്യങ്ങളും ഇതിന് ചുറ്റുമുണ്ട്. അപ്പോൾ അത് നമ്മുടെ കുറവായിട്ട് എടുക്കരുത്. നമ്മൾ ഈ ഒരു പ്രശ്നമായിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് മാനസിക രോഗം എന്ന് പറയും. ആ കഴിവിനെ കഴിവായിട്ട് മാറ്റി നിർത്തുക. മനസ്സിലായോ? കൃത്യമായ സാധനങ്ങൾ ഉപയോഗിക്കുക, കൃത്യമായ ഈശ്വര വിശ്വാസമായിട്ട് മുന്നോട്ട് പോവുക. വേറെ ഒന്നുമില്ല. ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് ഈശ്വരൻ വന്ന് രക്ഷിക്കുമെന്നല്ല എൻ്റെ അർത്ഥം. ഈശ്വര വിശ്വാസം കൊണ്ട് നമുക്ക് കോൺഫിഡൻസ് വർദ്ധിക്കും. ഓക്കെ, എൻ്റെ കൂടെ ഒരു അതീന്ദ്രിയമായ ശക്തി ഉണ്ട്, ആ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. ആ പോസിറ്റിവിറ്റി ഈ പറയുന്ന നെഗറ്റീവായ ഊർജ്ജങ്ങളെ ഒരു പക്ഷേ തള്ളി പുറത്ത് കളയും. അതും പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. അതാണ് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, മെഡിറ്റേഷൻ അല്ലാതെ നിങ്ങൾക്ക് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ നീണ്ട വർഷങ്ങൾ ജപങ്ങളോ മന്ത്രങ്ങളോ ഉപയോഗിച്ച് ഉപാസനയിലൂടെ നമ്മൾ പോകേണ്ടി വരും. നീണ്ട വർഷങ്ങളെടുക്കും. വളരെ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈശ്വരനുമായുള്ള ഡയറക്റ്റ് കോൺടാക്റ്റ് ആണ്, നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുന്ന പ്രോസസ്സാണ്. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ തമാശയായിട്ടൊക്കെ തോന്നും, എങ്കിലും ഞാൻ പറയാം, ഇതിപ്പോൾ ഇതിനു വേണ്ടി എടുക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭയം എന്നൊരു വസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഫേസ് ചെയ്യാന്നുള്ളതാണ് ഓപ്ഷൻ. നിങ്ങൾ കാണുക. എന്തുകൊണ്ട് അതീന്ദ്രിയമായ ഒരു കാര്യം കാണാൻ ആർക്കും താല്പര്യമില്ലാത്ത? കാണൂ, എന്തിനു ചെയ്യാണ്ട് ചെയ്യട്ടെ. ഒരു പക്ഷേ നിങ്ങളുടെ രൂപം മാറുമായിരിക്കും, ചിലപ്പോൾ ഭയപ്പാടോട് ശബ്ദം ഉണ്ടാക്കായിരിക്കും, ചിലപ്പോൾ കഴുത്തിന് പിടിക്കാൻ വരുന്നത് വരെ ഇവിടം വരെ വരും നമ്മളെ ഭയപ്പെടില്ല എന്ന് പറയുമ്പോൾ. മനസ്സിലായോ? അവിടം വരെ വരാൻ പറ്റുള്ളൂ, എൻ്റെ അപ്പുറത്തോട്ട് വരാൻ പറ്റില്ല. കീഴ്പ്പെടുത്തുക, ഭയം നൽകി കീഴ്പ്പെടുത്തുക, എന്നിട്ട് മുന്നോട്ട് സഞ്ചരിപ്പിക്കുക. മനസ്സിലായോ? അതായത് പിന്നെ നമ്മുടെ മൈൻഡിൽ മൊത്തം എന്താ? ഇതാണ്, ആ എനർജിയാണ് ഇപ്പോൾ പിന്നെ നമ്മുടെ മൈൻഡിൽ മൊത്തം. പിന്നെ നമ്മൾ മൊത്തം കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും മൊത്തം ഇതാണ്. പല മനുഷ്യരുടെ കൂട്ടത്തിലും ശരിക്കും ഈ ശരീരത്ത് പാട് വീഴുന്നൊരു കണ്ടീഷൻ വരും ചില സമയത്ത്, രാത്രി സമയങ്ങളിൽ പുറത്ത്. ഇത് ആക്ച്വലി എന്താ? ഇതൊരു അറ്റാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കണേ. നമ്മുടെ ശരീരത്തിൽ ഈ എനർജി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല എന്ന് കരുതി ഈശ്വരവിശ്വാസം ഇല്ല എന്നല്ല അർത്ഥം. പലപ്പോഴും ബ്ലഡ്, നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കാണും, ചില സമയത്ത് ഭയങ്കര ബ്ലഡിൻ്റെ മണം. ചില സമയത്ത് ചില ആളുകൾക്ക് ഈ മീറ്റില്ലേ, ഈ നോൺ വെജ് കഴിക്കുമ്പോൾ ബ്ലഡിൻ്റെ മണം വന്ന് കയറും. അപ്പോൾ ഇത്തരത്തിലുള്ള മണം, പിന്നെ വളരെ ഒരു ഈ ഫുഡിനെല്ലാം വളരെ ഒരു വൃത്തികെട്ട മണം, പിന്നെ റൂമിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു വൃത്തികെട്ട മണം. ഇതെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ എന്തോ ഒന്ന് നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തോ ഒന്ന് നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയാം. വർഷങ്ങളായിട്ട് എന്തോ ഒന്ന് കൂടെ കൊണ്ടു നടക്കുന്ന മനുഷ്യർ ഒരുപാടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് എന്താ സംഭവം. ഇവർ ഏതെങ്കിലും ബുക്സോ യൂട്യൂബുകളോ എല്ലാം കഴിച്ചിട്ട് പറയും, ഓക്കെ എൻ്റെ മരിച്ചു പോയ എൻ്റെ അമ്മാവനാണ്, എൻ്റെ അച്ഛനാണ്, അല്ലെങ്കിൽ എൻ്റെ അവരാണ് ഇവരാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഒന്നുമല്ല. നിങ്ങൾ കൃത്യമായ കൺസൾട്ടേഷൻ എടുത്തില്ലെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായ നിങ്ങൾക്ക് ഇതിനെന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കിട്ട് പണി കിട്ടും. നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. അല്ലാതെ നിങ്ങൾ യൂട്യൂബ് കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ യുക്തി വെച്ചിട്ടോ അല്ല ഇതിനളക്കണ്ട. ഇതെന്താണെന്ന് കൃത്യമായി കണ്ടുപിടിക്കുകയും ഇതെന്താണെന്ന് പ്രോസസ്സ് ചെയ്യുകയും അത് പറഞ്ഞു വിടേണ്ടതാണെങ്കിൽ പറഞ്ഞു വിടുകയും നിർത്തേണ്ടതാണെങ്കിൽ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾ എന്ന് പറയുന്നത്, ആത്മാവ് എന്ന് പറയുന്നത് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്.
യേശുക്രിസ്തു ആത്മാവല്ലേ, അതെ, ശിവൻ ആത്മാവല്ലേ, ഗണപതി ആത്മാവല്ലേ, ഈ പറയുന്ന ദൈവങ്ങളെല്ലാം സോളുകളായിട്ടല്ലേ നമ്മുടെ മുന്നിൽ ജീവിക്കുന്നത്. സോൾ എന്ന് പറയുന്ന എനർജി ആയിട്ടല്ലേ ജീവിക്കുന്നത്. ഇതുപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട് നെഗറ്റീവ് എനർജികളുണ്ട്, ഈവൽ സ്പിരിറ്റുകളുണ്ട്. ഇതെല്ലാം ഒരു സൈഡിലുണ്ട്. ഇതെല്ലാം ആത്മാക്കളാണ്. നമ്മളൊരു പള്ളിയിലെ അമ്പലങ്ങളിലൊക്കെ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നത് ആത്മാക്കളോടാണ്. ഇതും ആത്മാക്കളാണ്, ഇതെല്ലാം ആത്മാക്കളാണ്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മൾ സ്വയം ചികിത്സ ഒഴിവാക്കുക. ഇതിൻ്റെ അകത്ത് അറിവില്ലാത്ത ആളുകളുടെ അടുത്ത് പോയി സംസാരിച്ച് അറിവില്ലാത്ത കാര്യങ്ങൾ കേട്ട് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയി ജീവിക്കരുത്. കാരണം എന്താ, സാമ്പത്തികമായ നഷ്ടം കണ്ടിന്യൂ ആയിരിക്കും ജീവിതത്തിൽ. അസുഖങ്ങൾ കണ്ടിന്യൂ. അച്ഛന് മാറുമ്പോൾ അമ്മയ്ക്ക് മാറുമ്പോൾ മക്കൾക്ക് മാറുമ്പോൾ വേറെ എന്തെങ്കിലും വന്നു വീഴും. നമ്മുടെ വീട്ടിൽ വാഹനങ്ങളുണ്ടെങ്കിൽ ആക്സിഡൻറ്റുകൾ പറ്റുന്ന സ്ഥിരമായിരിക്കും. അതായത് ഓരോന്ന് മാറുമ്പോൾ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അടുത്തത് നമുക്ക് എന്താ പറയുക, പൈസ എത്ര സമ്പാദിച്ചാലും അതിങ്ങനെ ചോർന്ന് പോയിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു 1000 രൂപ വീട്ടിൽ സൂക്ഷിച്ചാൽ ചോർന്ന് പോകും. 2 വിശേഷ ദിവസങ്ങളിൽ മുഴുവനും ഒച്ചപ്പാടും മകളായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ കണ്ടിന്യൂ, ഇതെല്ലാ വീടുകളിലും ഉള്ള പ്രശ്നമാണ്, ഞാൻ വീണ്ടും പറയുന്നു. പക്ഷേ ഇത് നിരന്തരം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണ്, പക്ഷെ പണിയെടുക്കാൻ പറ്റുന്നില്ല. ഇനി പണിയെടുക്കുന്നുണ്ട്, പണമില്ല, എവിടെയോ സംതിങ് പ്രശ്നം. നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്യണം. നിങ്ങളുടെ എനർജി കുറച്ചുകൂടി ഹൈ ആക്കണം. ഞാനിതിന് പൈസ മുടക്കില്ലാന്നേ. നിങ്ങളിതിനെ ബിസിനസ്സായിട്ട് പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഞാനിപ്പോൾ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടല്ലല്ലോ പറയുന്നത്. നിങ്ങളോട് അത് ചെയ്യൂ ഇത് ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. നിങ്ങൾ കൃത്യമായി സാധന ചെയ്യൂ. കൃത്യമായി സാധന ചെയ്ത് കൃത്യമായി മെഡിറ്റേഷൻ ചെയ്ത് മുന്നോട്ട് പോകും. അത് പൈസ മുടക്കില്ലാത്തൊരു കാര്യം വന്നേ, വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്വയം ചികിത്സ ഒഴിവാക്കുക. ഒരു പ്രശ്നം വന്നിട്ട് പിന്നെ കരഞ്ഞു കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഗായത്രി, എൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ പറ്റിപ്പോയതാ. ഒരു നെഗറ്റീവ്, ഒരു സോൾ ഇഷ്യൂ നമ്മുടെ വീടിൻ്റെ അകത്ത് 4 പേരുണ്ടെന്ന് കരുതുക. അച്ഛൻ, അമ്മ, നമ്മൾ 2 മക്കൾ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ് 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഭർത്താവ് പുറത്തു പോയി ആവശ്യമില്ലാത്തൊരു സോൾ ഇഷ്യൂ, ഒരു സോൾ കണക്ഷൻ, ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വീട്ടിലോട്ട് വന്നാൽ ഗായത്രി ആ വീട്ടിലെ 3 പേരും ബാധിക്കും. റിലേഷനാണ് ഇവർ, മനസ്സിലായോ? ആ ഭർത്താവ് പക്ഷേ പ്രശ്നം കാണിക്കുന്ന ഒരു പക്ഷേ ഭാര്യയുടെ ശരീരത്തായിരിക്കും. ഭാര്യ പേടിക്കുന്നു, സ്വപ്നം കാണുന്നു, സെക്ഷുവാലിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു, ദേഷ്യം വരുന്നു, ഇറിറ്റേഷൻ വരുന്നു. കാരണം എന്താ, ആ സോളിന് വേണ്ട ഒരു ശരീരം എന്ന് പറയുന്നത് ഭർത്താവും, സോളിന് ഇഷ്യൂസ് ഉണ്ടാക്കാൻ കാണിക്കുന്ന ശരീരം എന്ന് പറയുന്നത് ഭാര്യയുടെ മാനസികാവസ്ഥയും. ഭാര്യയുടെ മാനസികാവസ്ഥയിലോട്ടായിരിക്കും ആളുകളുടെ നോട്ടം മുഴുവനും പോകുന്നതും. ഭർത്താവ് എന്ന് പറയുന്ന സോൾ, യഥാർത്ഥ സോൾ ഇഷ്യൂ ഉള്ള ആൾ വളരെ സേഫായിട്ടിരിക്കുകയും അവസാനം ഈ പറയുന്ന പെൺകുട്ടി എന്താ സംഭവിക്കുന്നത് പോലും മനസ്സിലാവാത്ത അവസ്ഥയിലോട്ട് കടന്നു പോകും. അപ്പോൾ ഒരു ഹീലർ വരികയോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വരുന്ന ആൾ കാണുന്നത് ആരെയും പെൺകുട്ടീനെ, ഭർത്താവ് ഇവിടെ സേഫാ, മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് ഒരുപാട് സംഭവിക്കും. ഇതിനെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒരു പ്രശ്നം കാണിക്കുന്ന ഒരാൾക്കാവണമെന്നില്ല പ്രശ്നം, മനസ്സിലായോ? ആ വീട്ടിൽ മറ്റെന്തിലായിരിക്കും പ്രശ്നം. അപ്പോൾ വീട്ടിൽ ഒരാളെ ബാധിച്ചാൽ അതെല്ലാവരും ബാധിക്കും. ഒരു സോള് നമ്മുടെ വീട്ടിലോട്ട്, ഒരു നെഗറ്റീവ് സോള് നമ്മുടെ വീട്ടിലോട്ട് എൻട്രി ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചാൽ അതിലൊന്നാണ് മെയിനായിട്ട് ഈ പറയുന്ന ശബ്ദങ്ങളും 2 സ്മെല്ലും. ഈ 2 സാധനം നമുക്ക് കണ്ടിന്യൂ വരുന്നുണ്ടോ സൂക്ഷിച്ചോണം. ഞാൻ പറയട്ടെ, നമ്മൾ ജീവിക്കുന്നത് സന്തോഷിക്കാനാണ്. സന്തോഷമില്ലെങ്കിൽ ബന്ധങ്ങളുമില്ല, മക്കളുമില്ല, ആരുമില്ല. സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ തന്നെ കാണാനോ നോക്കാനോ കിടന്ന് ഉറങ്ങാനെങ്കിലും പറ്റുള്ളൂ. ഇത് ഭയങ്കര അവസ്ഥയാണ്. സന്തോഷം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളായിട്ടങ്ങ് ചെയ്യാതിരിക്കുക, മനസ്സിലായോ? ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് പോസിറ്റിവിറ്റിയാണ്. അതായത് നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ ഈ പറയുന്ന ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. നമുക്ക് പോസിറ്റീവായിട്ട് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? പോസിറ്റീവായ ഊർജ്ജം വേണം. ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം എനർജി ബേസിലാണ്. എനർജി ആയിട്ടാണ് നമ്മളിതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച നമുക്ക് നല്ലത്. അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ എന്താ പറ്റണമെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല.